1975 അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. 1975 അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 211 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 211 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്നു BN റാവു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ ആരായിരുന്നു? BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ച പ്രധാന ആശയങ്ങളാണ് പാർലമെന്ററി ജനാധിപത്യം, സ്പീക്കർ, ഏക പൗരത്വം, നിയമവാഴ്ച, ദ്വിമണ്ഡല സഭ, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ച ആശയങ്ങളാണ് പാർലമെന്ററി ജനാധിപത്യം, സ്പീക്കർ, ഏക പൗരത്വം, നിയമവാഴ്ച, ദ്വിമണ്ഡല സഭ, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1955 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1955. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4. ഏത് ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് P. സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് P. സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. 1986 സ്ത്രീധന നിരോധന നിയമപ്രകാരം ഏതെങ്കിലും സ്ത്രീയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിവാഹത്തിന് മുമ്പ് സ്ത്രീധനം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ വിവാഹം നടന്ന് എത്ര കാലത്തിനുള്ളിൽ അത് സ്ത്രീക്ക് തിരികെ നൽകണം? 3 മാസങ്ങൾക്കുള്ളിലാണ്. അപ്പം 1986 സ്ത്രീധന നിരോധന നിയമപ്രകാരം ഏതെങ്കിലും സ്ത്രീയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിവാഹത്തിന് മുമ്പ് സ്ത്രീധനം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിവാഹം നടന്ന് 3 മാസത്തിനുള്ളിൽ ആ സ്ത്രീക്ക് തിരികെ നൽകണം. ബാലവേലയെ ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ബാലവേല ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമായി മാറിയത്.
ഇന്ത്യയിൽ ആദ്യമായി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 സെക്ഷൻ 235 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ജുവനൈൽ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 18 വയസ്സ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 സെക്ഷൻ 235 പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ജുവനൈൽ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന എത്രാമത്തെ സെക്ഷനിലാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 8 ആണ്. പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ലക്സംബർഗ് ആണ്. പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ലക്സംബർഗ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം സിംഗപ്പൂരാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് സിംഗപ്പൂർ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച ആദ്യത്തെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച ആദ്യത്തെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്? 69A വകുപ്പ് പ്രകാരമാണ്. വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് 69A പ്രകാരമാണ് ഇന്ത്യ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. നേപ്പാളും ചൈനയും നടത്തിയ സംയുക്ത സർവേയുടെ അടിസ്ഥാനത്തിൽ എവറസ്റ്റ് കൊടുമുടിയുടെ പുനർനിർണയിച്ച ഉയരം 8848.86 മീറ്ററാണ്. നേപ്പാളും ചൈനയും നടത്തിയ സംയുക്ത സർവേയുടെ ഭാഗമായി എവറസ്റ്റ് കൊടുമുടിയുടെ പുനർനിർണയിച്ച ഉയരം 8848.86 മീറ്റർ. 8848.86 മീറ്റർ. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ദൗത്യം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്പേസ് എക്സ്. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ദൗത്യം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്പേസ് എക്സ്. രാജ്യാന്തര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച ബാലികയാണ് ആവാ മുർട്ടോ. രാജ്യാന്തര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച ബാലികയാണ് ആവാ മുർട്ടോ. ജല സാന്നിധ്യം ഉണ്ടെന്ന് നാസയുടെ സോഫിയ ഒബ്സർവേറ്ററി കണ്ടെത്തിയ ചന്ദ്രനിലെ ഗർത്തമാണ് ക്ലേവിയസ് ക്രേറ്റർ. ജല സാന്നിധ്യമുണ്ടെന്ന് നാസയുടെ സോഫിയ ഒബ്സർവേറ്ററി കണ്ടെത്തിയ ചന്ദ്രനിലെ ഗർത്തമാണ് ക്ലേവിയസ് ക്രേറ്റർ. കാർഷിക രംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കുന്ന വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ രത്തൻ ലാൽ. കാർഷിക രംഗത്തെ നോബൽ എന്ന് വിശേഷിപ്പിക്കുന്ന വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജൻ ഡോക്ടർ രത്തൻ ലാലാണ്. ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആണ്. ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആയി. 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ് ഹെഗ്ര. 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ് ഹെഗ്ര. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച സ്പെഷ്യൽ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റി സ്കീമാണ് PM സ്വനിധി. PM സ്വനിധി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച സ്പെഷ്യൽ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റി സ്കീമാണ് PM സ്വനിധി. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് UAE. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം UAE ആണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മയാണ്. $150 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. $150 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്.
ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ചൈനയുടെ സ്ട്രിങ്സ് ഓഫ് പേൾസ് പദ്ധതിക്ക് പകരമായി ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ചൈനയുടെ സ്ട്രിങ്സ് ഓഫ് പേൾസ് പദ്ധതിക്ക് പകരമായി ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. 40 Years വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എ ശിവതാണുപിള്ളയാണ്. 40 Years വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എ ശിവതാണുപിള്ള. പുല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് അഗ്രസ്റ്റോളജി. പുല്ലുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് അഗ്രസ്റ്റോളജി. സസ്യത്തിന്റെയും ജന്തുവിന്റെയും സ്വഭാവമുള്ള ജീവിയാണ് യുഗ്ലീന. സസ്യത്തിന്റെയും ജന്തുവിന്റെയും സ്വഭാവമുള്ള ജീവിയാണ് യുഗ്ലീന. ചേനയുടെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തുവാണ് കാൽസ്യം ഓക്സലേറ്റ്. ചേനയുടെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തുവാണ് കാൽസ്യം ഓക്സലേറ്റ്. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ് എന്നത് ഏത് ഫലത്തിന്റെ ശാസ്ത്രനാമമാണ്? ചക്ക. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ് എന്നത് ചക്കയുടെ ശാസ്ത്രീയ നാമമാണ്. കള്ളിച്ചെടിയിൽ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കാണ്ഡം. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗം കാണ്ഡമാണ്. ഒരു സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ ഹോർമോൺ ഓക്സിനാണ്. ഓക്സിൻ. ഒരു സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ ഹോർമോൺ ഓക്സിനാണ്. സസ്യത്തിന്റെ കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ എന്ന കല കൊണ്ടാണ് സസ്യത്തിന്റെ കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആദ്യത്തെ അലങ്കാര മത്സ്യമാണ് ഗ്ലോ ഫിഷ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആദ്യത്തെ അലങ്കാര മത്സ്യമാണ് ഗ്ലോ ഫിഷ്. ഒഡീഷയിലെ നന്ദൻ കാനൻ സുവോളജിക്കൽ പാർക്ക് ഏത് മൃഗത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രസിദ്ധി നേടിയത്? വെള്ളക്കടുവ. വെള്ളക്കടുവയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്കാണ് നന്ദൻ കാനൻ. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തു ജിറാഫാണ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തു ജിറാഫാണ്. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വർഗത്തിൽപ്പെട്ടതുമായ ഏക ജീവിയാണ് ചീറ്റ. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വിഭാഗത്തിൽപ്പെട്ടതുമായ ഏക ജീവിയാണ് ചീറ്റ. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? അത് അയല വർഗത്തിൽപ്പെട്ട മാക്കറൽ ആണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യമാണ് അയല വർഗത്തിൽപ്പെട്ട മാക്കറൽ. ഏത് പക്ഷിയുടെ വാസസ്ഥലമാണ് സാധാരണയായി റൂക്കറി എന്നറിയപ്പെടുന്നത്? റൂക്കറി എന്നറിയപ്പെടുന്ന വാസസ്ഥലമുള്ള പക്ഷിയാണ് പെൻഗിൻ. പെൻഗിന്റെ വാസസ്ഥലമാണ് റൂക്കറി എന്നറിയപ്പെടുന്നത്.